السلام عليكم ورحمة الله وبركاته. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹധരണീയരായ സഹോദരന്മാരെ, സൂറത്ത് സജ്ദയുടെ 4ാമത്തെ പാർട്ടിൽ 10-11 ആയത്തുകളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. 10ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഖാലു അഇദാ ളലൽനാ ഫിൽ അർള് അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ് ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. അവർ, അവിശ്വാസികൾ പറയുന്നു, ഞങ്ങൾ ഭൂമിയിൽ മറഞ്ഞു പാഴായി പോയാൽ നിശ്ചയമായും ഞങ്ങൾ പുതിയ ഒരു സൃഷ്ടിയിൽ വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുന്നവർ ആയിരിക്കുകയോ. മാത്രമല്ല, എന്നാൽ അവർ തങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിൽ തന്നെ അവിശ്വസിക്കുന്നവരാണ്. വഖാലു, അവർ അവിശ്വാസികൾ പറയുന്നു, അഇദാ ളലൽനാ ഫിൽ അർള്, ഞങ്ങൾ ഭൂമിയിൽ മറഞ്ഞു പാഴായി പോയാൽ, അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, നിശ്ചയമായും ഞങ്ങൾ പുതിയ ഒരു സൃഷ്ടിയിൽ വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുന്നവർ ആയിരിക്കുകയോ. ബൽ, എന്നാൽ, ഹും ബിലിഖാഇ റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിൽ കാഫിറൂൻ, അവിശ്വസിക്കുന്നവരാകുന്നു. അപ്പോൾ അവിശ്വാസികളെ സംബന്ധിച്ച് അവർ പുതിയ ഒരു ജീവിതം, ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്ന അവരുടെ വാചകങ്ങളെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കുന്നത്. ഒന്നുമല്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്മാരെ കണ്ടിട്ടും വറ്റിവരണ്ട ഭൂമി മഴ പെയ്താൽ തളിർത്തു വരുന്നത് ദർശിച്ചിട്ടും ഒരു വേള അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ അവർ പറയുകയാണ്, ഞങ്ങളുടെ ശരീരം മണ്ണോട് മണ്ണ് ചേർന്ന് ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ പിന്നീടൊരു പുതിയ ജീവിതം ഉണ്ടാവുകയോ. നിഷേധാത്മകമായി അങ്ങനെ ഒരു പുനരുദ്ധാരണ ദിവസം ഇല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലുമായി കൊണ്ട് അള്ളാഹു ഇവരുടെ ചോദ്യത്തെ ഉന്നയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു വസ്തു മറ്റൊന്നിൽ ലയിച്ച് ആ വസ്തുവിൻ്റെ ഒരു അടയാളം പോലും കാണാത്ത അവസ്ഥയ്ക്കാണ് അറബിയിൽ വല്ല എന്ന പദം പ്രയോഗിക്കുക. ഇദാ ഗലബ അലൈഹി ഗൈറുഹു ഹത്താ ഖഫാ ഫീഹി അസറുഹു ഖദ് വല്ല. ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ലയിച്ചു ചേർന്ന് ആ വസ്തുവിൻ്റെ ഒരു അടയാളം പോലും കാണാത്ത ഒരു അവസ്ഥയുണ്ടാകുമ്പോഴാണ് അറബികൾ ആ വസ്തുവിനെ പറ്റി ഖദ് വല്ല എന്ന് പറയുക എന്നത് മുഫസ്സിറുകൾ വ്യക്തമാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ചോദ്യം, ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾ പുതിയ ഒരു സൃഷ്ടിയിൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ എന്ന ഒരു ചോദ്യത്തെപ്പറ്റി മുഫസ്സിറുകൾ പറയുന്നത് അൽ ഇസ്തിഫാം അൽ ഇൻകാരി എന്നതാണ്. നിഷേധാത്മകമായ ചോദ്യമാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിച്ചുകൊണ്ട്, അങ്ങനെ ഒരു സംഭവം വരാനേ ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ ആശ്ചര്യകരമായ ഒരു ചോദ്യത്തെ പറ്റിയാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ഇതിനെയാണ് അൽ ഇസ്തിഫാം അൽ ഇൻകാരി എന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ വല്ല എന്ന പദം മയ്യിത്തിന് മറമാടുന്നതിന് പ്രയോഗിക്കാറുണ്ട്. അറബികൾ ഒരു മയ്യിത്തിനെ അളല്ലന്നാസു അൽ മയ്യിത്ത ഐ ദഫനുഹു, മയ്യിത്തിനെ ഖബറിലേക്ക് വെച്ച് മൂടിക്കഴിഞ്ഞാൽ അറബികൾ ഇങ്ങനെ പറയാറുണ്ട്, അളന്നൽനാസു അൽ മയ്യിത്ത, ജനങ്ങൾ ആ മയ്യിത്തിനെ മറച്ചു എന്നുവെച്ചാൽ ഐ ദഫനുഹു, അതിനെ മറമാടി എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഒരു വസ്തുവിനെ പാടെ മറയ്ക്കുന്നതിനും വല്ല എന്ന പദം പ്രയോഗിക്കാറുണ്ട് എന്ന് അറബികൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അവരുടെ അഥവാ അവിശ്വാസികളുടെ ഈ ആശ്ചര്യകരമായ ചോദ്യം ഒട്ടും ആത്മാർത്ഥമായിരുന്നില്ല, മറിച്ച് തീർത്തും പുനരുദ്ധാരണ ദിവസത്തെ നിഷേധിക്കുക മാത്രമായിരുന്നു ഇതിൻ്റെ ഈ ചോദ്യത്തിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തരുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ, എന്നാൽ അവർ തങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിൽ തന്നെ അവിശ്വസിച്ചിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 11ാമത്തെ ആയത്ത്, ഖുൽ യതവഫാകും മലകുൽ മൗത്തി അല്ലദീ വുക്കില ബികും തുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ.
നബിയെ പറയുക, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മരണത്തിൻ്റെ മലക്ക് നിങ്ങളെ പൂർണ്ണമായി എടുക്കും, മരണപ്പെടുത്തും. പിന്നീട് നിങ്ങളുടെ റബ്ബിങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ഖുൽ, നബിയെ പറയുക, യതവഫാക്കും, നിങ്ങളെ പൂർണ്ണമായും എടുക്കും, മലക്കുൽ മൗത്ത്, മരണത്തിൻ്റെ മലക്ക്, അല്ലദീ വുക്കില ബിക്കും, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള, തുമ്മ, പിന്നീട്, ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കലേക്ക്, തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടും. ഭൂമിയിലെ നിങ്ങളുടെ സമയം അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷ നേരം വൈകാതെ മലക്കുൽ മൗത്ത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ റബ്ബിൻ്റെ അടുക്കലെത്തിക്കഴിഞ്ഞാൽ പ്രതിഫല ദിവസത്തിൽ നന്മകൾക്കും തിന്മകൾക്കുമുള്ള പ്രതിഫലം നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇനി തവഫ എന്ന പദം, ഖുൽ, നബിയെ പറയുക, യതവഫാക്കും, നിങ്ങളെ പൂർണ്ണമായി എടുക്കും എന്നതിലെ തവഫ എന്ന പദത്തിന് മരിപ്പിക്കുക, പൂർണ്ണമായും ഏറ്റെടുക്കുക, പൂർണ്ണമായും സ്വീകരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. എന്ന് വെച്ചാൽ മലക്കുൽ മൗത്തിൻ്റെ സഹായികളായ മറ്റനേകം മലക്കുകൾ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും ആത്മാവിനെ ഊരിയെടുത്ത് തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ മലക്കുൽ മൗത്തിനെ ഏൽപ്പിക്കും. അങ്ങനെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും ഏറ്റെടുക്കും, മലക്കുൽ മൗത്ത് പൂർണ്ണമായും ഏറ്റെടുക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ആത്മാവിനെ, റൂഹുകളെ ഏറ്റെടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കിൻ്റെ പേര് മലക്കുൽ മൗത്ത്, മരണത്തിൻ്റെ മലക്ക് എന്ന ആ മലക്കുൽ മൗത്തിൻ്റെ പേര് അസ്റായിൽ എന്നാണ് എന്ന് പല മുഫസ്സിറുകളും പ്രസ്താവിച്ച് കാണുന്നുണ്ട്. വ്യത്യസ്ത തഫ്സീറുകളിൽ മലക്കുൽ മൗത്തിൻ്റെ പേര് അസ്റായിൽ എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് അസ്റായിൽ എന്ന ആ പദത്തിനർത്ഥം. എന്നാൽ ഖുർആനിലോ സ്വഹീഹായ പ്രവാചക വചനങ്ങളിലോ അസ്റായിൽ എന്നതാണ് മലക്കുൽ മൗത്തിൻ്റെ പേര് എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ആയതിനാൽ അസ്റായിൽ എന്നാണെന്ന് ഉറപ്പിച്ച് പറയാവതല്ല. അതുകൊണ്ട് മലക്കുൽ മൗത്ത് അസ്റായിൽ ആണ്, അതാണ് അതിൻ്റെ പേര് എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയേണ്ടതില്ല. അതുപോലെ തന്നെ ഖുർആനിൽ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് ആത്മാവിനെ ഏറ്റെടുക്കുന്നത് പല രൂപത്തിൽ ആയിക്കൊണ്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. അഥവാ മലക്കുകൾ ആത്മാവിനെ ഏറ്റെടുക്കും, മലക്കുൽ മൗത്ത് ആത്മാവിനെ ഏറ്റെടുക്കും, നമ്മുടെ ദൂതന്മാർ ആത്മാവിനെ ഏറ്റെടുക്കും എന്നിവരെ പറ്റി ഈ പറഞ്ഞ മലക്കുൽ മൗത്ത്, അതുപോലെ തന്നെ മലക്കുകൾ, ദൂതന്മാർ, ഇവരൊക്കെ റൂഹുകളെ ഏറ്റെടുക്കും, ആത്മാവിനെ ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഒന്നു തന്നെയാണ്. അഥവാ മലക്ക് ഏൽപ്പിക്കപ്പെട്ട മലക്കിനെ പറ്റിയാണ് ഇവിടെ ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ പ്രസ്താവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മറ്റൊരു സ്ഥലത്ത്, അഥവാ സൂറത്തു സുമറിൻ്റെ 42-ാമത്തെ ആയത്തിൽ അള്ളാഹു ഏറ്റെടുക്കും എന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അള്ളാഹു വിധിക്കുന്നത് പോലെ, അള്ളാഹുവിൻ്റെ ഖലാ ഖദർ പോലെയാണ് നടക്കുക എന്ന അർത്ഥത്തിലാണ് അള്ളാഹു ആത്മാവിനെ, അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, അള്ളാഹു ഓരോരോ ആത്മാക്കളും മരണപ്പെടുമ്പോൾ അള്ളാഹു അവരെ പൂർണ്ണമായും ഏറ്റെടുക്കും എന്നതിൻ്റെ ഉദ്ദേശം അള്ളാഹു ഏറ്റെടുക്കുമെന്നതല്ല, മറിച്ച് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഖലാ ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയിൽ നടക്കുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് അള്ളാഹു ഏറ്റെടുക്കും എന്ന് പറഞ്ഞത് എന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കി തരുന്നുണ്ട്. ഇനി സഹോദരന്മാരെ, നാം ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം മഹാനായ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളോട് പറഞ്ഞു തരുന്നതായി നമുക്ക് കാണാം. അദ്ദേഹം പറയുകയാണ്, മാ അലാ ദഹ്രിൽ അർളി മിൻ ബൈതി ശഅരിൻ ഔ മദരിൻ ഇല്ലാ വമലകുൽ മൗതി യുതീഫു ബിഹി കുല്ല യൗമിൻ മറത്തൈൻ. ഭൂമിയുടെ മുകളിൽ എത്ര വലിയ കൊട്ടാരമോ എത്ര നിസാരമായ കുടിലോ ആകട്ടെ, ഒരു ദിവസം 2 തവണ അവിടങ്ങളിലൊക്കെ മലക്കുൽ മൗത്ത് വരികയും ഇന്ന് ആരുടെയെങ്കിലും റൂഹിനെ പിടിക്കാനുണ്ടോ എന്ന് ഒരു അന്വേഷണം നടത്തുകയും ചെയ്യുമെന്ന് മഹാനായ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതേ ആശയം വ്യത്യസ്ത പണ്ഡിതന്മാർ, വ്യത്യസ്ത ഉലമാക്കൾ പറഞ്ഞു തരുന്നതായി നമുക്ക് കാണാം. ഇനി ഇവിടെയുള്ള ഒരു സംശയം,
മലക്കുൽ മൗത്ത് മനുഷ്യൻ്റെ റൂഹിനെ മാത്രമാണോ പിടിക്കുക? മലക്കുൽ മൗത്ത് മറ്റു ജീവികളുടെയും ആത്മാവിനെ പിടിക്കുമോ എന്ന ഒരു സംശയം സ്വാഭാവികമായും നമുക്കുണ്ടായേക്കാം. മഹാനായ മാലിക് ബിൻ അനസ് റഹ്മത്തുല്ലാഹി അലൈഹിയുടെ അടുക്കൽ ഒരിക്കൽ ഒരു വ്യക്തി കടന്നു വരികയും അദ്ദേഹത്തോട് ഈ വ്യക്തി ചോദിച്ചു എന്നതാണ്, ബറാഗീസുകളുടെ റൂഹിനെ മലക്കുൽ മൗത്ത് പിടിക്കുമോ? ബറാഗീസ് എന്ന് പറഞ്ഞാൽ ഒരു തരം കൂറകൾക്കാണ് ബറാഗീസ് എന്ന് പറയാം. അപ്പോൾ ഈ വ്യക്തി ചോദിച്ചു, അല്ലയോ യാ അബ അബ്ദില്ല അൽ ബറാഗീസ് മലക്കുൽ മൗത്ത് യഖ്ബിദു അർവാഹഹ, മലക്കുൽ മൗത്ത് ബറാഗീസുകളുടെ ആത്മാവിനെ പിടിക്കുമോ? ഈ ചോദ്യം കേട്ടപ്പോൾ മഹാനായ മാലിക് ബിൻ അനസ് റഹ്മത്തുല്ലാഹി അലൈഹി കുറച്ചു നേരം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, അലഹ അംഫുസ്, നീ പറഞ്ഞ കൂറകൾക്ക് ആത്മാവുണ്ടോ? അപ്പോൾ ഖാല നഅം, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉണ്ട്, അതെ. അപ്പോൾ മാലിക് ബിൻ അനസ് റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞു, എങ്കിൽ മലക്കുൽ മൗത്ത് യഖ്ബിദു അർവാഹഹ, എങ്കിൽ ആ ആത്മാവിനെയും മലക്കുൽ മൗത്ത് പിടിക്കും. അപ്പോൾ ലോകത്തുള്ള എല്ലാ ജീവികളുടെയും ആത്മാവിനെ മലക്കുൽ മൗത്ത് പിടിക്കും എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. എന്നിട്ട് ഇത് പറഞ്ഞതിന് ശേഷം മഹാനായ മാലിക് റഹ്മത്തുള്ള സൂറത്തു സുമറിൻ്റെ നേരത്തെ ഓതിയ 42-ാമത്തെ ആയത്ത്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, ആത്മാവുകളെ അവരുടെ മരണവേളയിൽ അള്ളാഹു പൂർണ്ണമായും ഏറ്റെടുക്കും എന്ന ആയത്ത് അദ്ദേഹത്തെ ഓതി കേൾപ്പിച്ചു എന്നതാണ്. അപ്പോൾ ആത്മാവുകളെ പുറത്തെടുത്ത് റൂഹിനെ ഏറ്റെടുക്കാൻ സജ്ജീകരിക്കപ്പെട്ട മലക്കുകൾ ഭൂമി ലോകത്തെ എല്ലാ ആത്മാക്കളുടെയും റൂഹിനെ ഏറ്റെടുക്കും എന്നതാണ് മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഈ ആത്മാക്കളെ പുറത്തെടുത്ത് റൂഹിനെ ഏറ്റെടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട മുഫസ്സിറുകൾ പേരെടുത്ത് പറഞ്ഞ അസ്റായിൽ എന്ന മലക്കിന് കൈമാറുന്ന അനേകായിരം മലക്കുകൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് മലക്കുൽ മൗത്ത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും റൂഹിനെ പുറത്തെടുത്ത് എന്ന് വെച്ചാൽ നമ്മുടെ തൊണ്ടക്കുഴി വരെ റൂഹിനെ എത്തിച്ചതിന് ശേഷം ഏറ്റെടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട അസ്റായിൽ എന്ന് മുഫസ്സിറുകൾ പറഞ്ഞ ആ മലക്ക് ഏറ്റെടുക്കുന്നതുവരെ പുറത്തു കൊണ്ടുവരുന്ന എല്ലാ മലക്കുകളെയും മൊത്തത്തിൽ മലക്കുൽ മൗത്ത് എന്ന് പറയാറുണ്ട് എന്ന് തഫ്സീറുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു ആലം, കൂടുതലായി നമുക്ക് അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ആശയങ്ങൾ കൂടുതലായി പഠിക്കാൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ ഇതിനു വേണ്ടി നീക്കിവെക്കുന്ന സമയം സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.